കുട്ടികൾ എന്നതാണ് ഇന്നേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണിത്. അച്ചടക്കം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ശബ്ദമടക്കി കയ്യും കെട്ടി ഒന്നിനോട് പ്രതികരിക്കാതിരിക്കുക അല്ല അച്ചടക്കം. മറിച്ച് സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ തരത്തിൽ നമുക്കും സമൂഹത്തിനും ദോഷമുണ്ടാക്കാത്ത രീതിയിൽ പെരുമാറുക എന്നതാണ് അച്ചടക്കം. കുട്ടികൾ ചെറുപ്പത്തിലെ വളർത്തിയെടുക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ഒരു ശീലമാണ് അച്ചടക്കം. മുതിർന്നവരെ ബഹുമാനിക്കാനും സഹജീവികളോട് കരുണയുള്ളവരാകാനും സമൂഹത്തിന് ഉപകരിക്കുന്നവരായി മാറാനും കുട്ടികളെ പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ്. ഇന്നത്തെ കുട്ടികൾ അച്ചടക്കമില്ലാത്തവരാണെന്ന് മുദ്ര കുത്തുന്നതിന് മുമ്പ് മാതാപിതാക്കളെ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. നിങ്ങളും അതിന് കാരണക്കാരല്ലേ? മദ്യപിച്ച് അമ്മയെ തല്ലുന്ന അച്ഛനും സ്വത്തിനു വേണ്ടി കടിപിടി കൂടുന്ന സഹോദരങ്ങളും മാതാപിതാക്കൾ ഭാരമാണെന്ന് കരുതി അവരെ വൃദ്ധസ്ഥാനത്തിലേക്ക് അയക്കുന്ന മക്കളും ഉൾപ്പെട്ട ഈ സമൂഹത്തിൽ നിന്ന് കുട്ടികൾ എന്ത് അച്ചടക്കമാണ് ശീലിക്കേണ്ടത്? ഈ അടുത്ത കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയം ഞാൻ ഇവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അധ്യാപകരുടെ മാതാവ് തന്റെ കുഞ്ഞിന്റെ മുൻപിൽ വെച്ച് വൃദ്ധയായ അമ്മയെ ഉപദ്രവിക്കുന്നു. കൂടാതെ ആ കുഞ്ഞിനോട് ആ അമ്മയെ ഉപദ്രവിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഈ അമ്മയിൽ നിന്ന് ഈ കുഞ്ഞ് എന്ത് അച്ചടക്കമാണ് ശീലിക്കേണ്ടത്? അച്ചടക്കം പാലിക്കുക എന്നത് ഒരു അടിമത്തമാണെന്ന് കരുതാതെ അത് ഓരോ കുട്ടിയുടെയും കടമയാണ് എന്നുള്ള തിരിച്ചറിവ് കുട്ടികൾക്കുണ്ടാണ്. കുട്ടികളുടെ ഒഴിവു സമയങ്ങൾ വിരൽത്തുമ്പിൽ ചലിക്കുന്ന സാങ്കേതിക വിദ്യകളിലേക്കും ശത്രുവിനെ തോൽപ്പിക്കാൻ തോക്കെടുക്കാനും വെടിവെക്കാനും പഠിപ്പിക്കുന്ന വീഡിയോ ഗെയിമുകളിലേക്കും വഴിമാറിയപ്പോൾ ആരോട് എപ്പോൾ എങ്ങനെ പെരുമാറണമെന്നറിയാതെ കുട്ടികൾ സമൂഹത്തിൽ അച്ചടക്കമില്ലാത്ത അക്രമികളായി മാറി. ഞാൻ ഉൾപ്പെടുന്ന യുവതലമുറയുടെ അച്ചടക്കമില്ലായ്മയെ ന്യായീകരിക്കുകയല്ല, മറിച്ച് ഞങ്ങൾ കടന്നുപോകുന്ന സാഹചര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. മാതാപിതാക്കൾ സമ്പത്തിന് പുറകെ നെട്ടോട്ടം ഓടിയപ്പോൾ കുട്ടികളോടൊപ്പം ചിലവിടാൻ മാതാപിതാക്കൾക്ക് സമയമില്ലാതെയായി. ആരും നിയന്ത്രിക്കാനില്ലാതെ കുട്ടികൾ മയക്കുമരുന്നിന് അടിമകളായി. ഈ അവസരത്തിൽ മാതാപിതാക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങളെ ചേർത്ത് നിർത്തിയാൽ മറ്റാർക്കും ഒന്നും ഞങ്ങളെ അടിമപ്പെടുത്താനാവില്ല. നിങ്ങളുടെ കണ്ണൊന്ന് തെറ്റിയാൽ കയ്യൊന്നഴിഞ്ഞാൽ ഞങ്ങളെ റാഞ്ചി പറക്കാൻ കഴുകൻ കണ്ണുകളുമായി മയക്കുമരുന്നുകൾ ഞങ്ങളുടെ ചുറ്റുമുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കും. മണ്ണിനെ സ്നേഹിക്കാനും മനുഷ്യനെ സ്നേഹിക്കാനും ഞങ്ങളെ പഠിപ്പിക്കും. അങ്ങനെ നന്മയുള്ള ലോകത്തിലേക്ക് ഞങ്ങൾ നടന്ന് നാടിനും വീടിനും